ഒരു 50 വർഷം മാത്രം കാലാവധിയുള്ള ഒരു ഡാം ഇന്ന് 129 വർഷത്തിൽ നിന്ന് കേരളത്തിൽ ഇപ്പൊ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ ഡാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഇവനൊരു സൊമാറ്റോ ഡ്രൈവറാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി ഒരു കാര്യം അറിയാം, അത് പൊട്ടി കഴിഞ്ഞാൽ കേരളം ഉണ്ടാവില്ല. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടും. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമുണ്ട്. ഞാൻ ഇതുവരെ മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ടില്ല കേട്ടാ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അധികം വൈകാതെ മുല്ലപ്പെരിയാർ ഡാം നമ്മുടെയൊക്കെ അടുത്തേക്ക് വരും. അത് എങ്ങനെയാണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങട്ടെ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അതായത് ഇപ്പൊ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ കരയാനുള്ള ഒരു പോക്കാണ്, അത് കരയാതിരിക്കാനുള്ള പോക്കാണ് നിങ്ങൾ പോണത്. എവിടേക്കാ പോണേ? ഇപ്പൊ നമ്മൾ ഇന്ത്യ മൊത്തം സഞ്ചരിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ നാടിന് വരാനിരിക്കുന്ന ഒരു ദുരന്തം ഇല്ലാതാക്കാൻ, അതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ഞാൻ ഈ പറഞ്ഞ ദുരന്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം വിഷയമാണ്. ഇതൊരു 50 വർഷം മാത്രം കാലാവധിയുള്ള ഒരു ഡാം ഇന്ന് 129 വർഷത്തിൽ നിൽക്കുകയാണ്. 129 വർഷമായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിർമ്മിച്ച ആളുകൾ തന്നെ അതിന്റെ കപ്പാസിറ്റി പറയുന്നത് 50 വർഷമാണ്. അത് കഴിഞ്ഞ് അത് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. പക്ഷെ ഇന്നേ വരെ അത് ഡീകമ്മീഷൻ ചെയ്തിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടും. അപ്പൊ നിങ്ങളുടെ യാത്ര എവിടെ നിന്ന് എവിടേക്കാ? ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച് എല്ലാ ആളുകളിലേക്കും, നമ്മുടെ കേരളത്തിലുള്ളതും പുറത്തുള്ള എല്ലാ മലയാളികൾക്കും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കേരളത്തെ രക്ഷിക്കാനാണ് ഞങ്ങളുടെ യാത്ര. കാരണം എന്താ വെച്ചാല് നമ്മുടെ കുടുംബത്ത് എന്താ പറയാ, നമ്മളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ വലിയൊരു ദുരന്തം, അതായത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ എത്ര ആൾക്കാര് കേരളത്തിൽ ഇപ്പൊ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ ഡാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കും. ഒരുറക്കം കഴിഞ്ഞ് അവര് എണിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? അറബിക്കടലിലേക്ക് ആയിരിക്കും. ബാക്കിയുള്ള 2 കോടി ജനങ്ങളല്ലാതെയും ഇത് ബാധിക്കും. അപ്പൊ ഇങ്ങനെ ഈ കേരളം തന്നെ ഇല്ലാണ്ടാവും. നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതായത് ഇവര് പോകുന്ന പോക്ക് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു വണ്ടിയിലാണ്. അതായത് ഒരു ഒമിനി വണ്ടി വീടാക്കിയിട്ട് മുന്നേ എവിടേക്കൊക്കെ യാത്ര ചെയ്തായിരുന്നു? ഇതിനു മുന്നും 28 സംസ്ഥാനങ്ങളിൽ, നേപ്പാള് എല്ലാം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിലുപരി ആദ്യം തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ്, ഈ ഒരു സാറ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. അപ്പൊ ഈ വണ്ടി പോകുന്ന സമയത്ത് ഒപ്പ് ശേഖരിക്കാൻ പോവാണ്. അതെങ്ങനെ ശേഖരിക്കും? നമ്മൾ ഓൺലൈൻ വഴിയാണ് ഈ പെറ്റീഷൻ നിങ്ങളുടെ എല്ലാവരും ഒപ്പ് ശേഖരിക്കണം. എന്നിട്ട് നമ്മൾ നേരിട്ട് പ്രധാനമന്ത്രിയിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ പരിഹാരത്തിന്, നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം. അതായത് എത്ര ലക്ഷം ഒപ്പ് ആയിട്ടുണ്ട്? ഏകദേശം ഇപ്പൊ ഏകദേശം ഒരു 8 ലക്ഷത്തോളം ഒപ്പായിട്ടുണ്ട്. 8 ലക്ഷം. 3.5 കോടി ജനങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം. അതിനൊരു 20 ലക്ഷം പേരെങ്കിലും ഒപ്പിട്ടാലാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യത്തോടെ ഈ പെറ്റീഷൻ സമർപ്പിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇത്രയധികം ആൾ ഒപ്പിട്ട് കഴിയുമ്പോൾ പ്രധാനമന്ത്രിക്ക് മനസ്സിലാവും ഇതാണ് സംഭവം എന്നുള്ളത് അല്ലേ? അപ്പൊ ഇത് ഇരിക്കുന്നത് തമിഴ്നാട്ടിലെ കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിലാണ് ഈ ഡാം ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ ശരിക്കും? പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാമിന് അതിന്റേതായ കാലാവധി ഉണ്ട്. സുർക്കിയൊക്കെ വെച്ചാണ് ഈ സംഭവം. ഇപ്പോഴത്തെ സിമെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. ബ്രിട്ടീഷുകാരെ ആ കാലഘട്ടത്തിൽ പണിതേക്കണാണ്. അപ്പൊ അതിന് എന്ത് സാധനത്തിനും ഒരു കാലാവധി ഉണ്ടാവും. അപ്പൊ അത് ഏത് സമയവും പൊട്ടും. ശരിക്കും ജോലി എന്താ? ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ് 1 രൂപ പോലും ഒരാളിൽ നിന്ന് മേടിക്കാണ്ട്. പേര് വിനീത്. എന്ത് ചെയ്യണേ? സൊമാറ്റോ ഓടിക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഈ വണ്ടി ഒന്ന് തുറന്ന്, ഡോറും തുറന്ന്, അതായത് ഈ ഒരു ഒമിനിയുടെ ഉള്ളിൽ ഇതേ കണ്ട ഇവര് നല്ല ബെഡ് സൗകര്യങ്ങൾ തുടങ്ങിയിട്ട്, പിന്നെ ഇതിന്റെ മുകളിൽ എന്താ പറഞ്ഞ ഇതിന് പ്രത്യേകത? ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതൊപ്പം തന്നെ സോളാർ ഉണ്ട്. വാട്ടർ ടാങ്ക് എന്ന് വെച്ചാൽ 100 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്ക് ആണ്. ഒരു ടോയ്ലറ്റ് വെച്ച് ബാക്കിയൊക്കെ എല്ലാ സാധനങ്ങളും. നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്താണ് കഴിക്കണത്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കരുതിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും, പാത്രങ്ങളുണ്ട്, അച്ചാറ് തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും. അപ്പൊ നിങ്ങളുടെ യാത്ര എന്ന് തിരിച്ചു വരും? ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തേക്കണ ഒരു 6 മാസത്തേക്കുള്ള യാത്രയാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ഒപ്പ് ശേഖരിക്കാൻ പറ്റുകയും എല്ലാ ജനങ്ങളിലേക്ക് ഇതിന്റെ പ്രാധാന്യം എത്താൻ പറ്റുകയും നമ്മുടെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുക. തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് ഞാൻ ഈ മുല്ലപ്പെരിയാർ വിഷയം കേട്ടോണ്ടിരിക്കുക. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. എനിക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊന്നും ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. ഇത് ഏത് ജില്ലയിലാന്ന് പോലും എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അത് പൊട്ടി കഴിഞ്ഞാൽ കേരളം ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ നമ്മുടെ ബന്ധുക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് തോന്നും നമുക്കൊന്നും പറ്റില്ല, നമ്മൾ പൊക്കത്തിരിക്കണം തോന്നും. പക്ഷെ അതൊന്നല്ല. കാരണം ഇവരുടെ ഈ യാത്രയെ തീർച്ചയായിട്ടും ഇവരുടെ യാത്രാ വിശേഷങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഏതാ? E4K Vlogs എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനൽ നമ്മളെല്ലാ അപ്ഡേഷനും കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. കാരണം 11 മാസം സഞ്ചരിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം രാജ്യങ്ങൾ സഞ്ചരിച്ച് ഈ ഒരു വണ്ടി, ഈ ബൈക്ക് എന്തിനാ പറഞ്ഞത്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള ഗ്രാമങ്ങളിൽ വരെ ചെന്ന് അതിന്റെ പ്രാധാന്യം എല്ലാവരിലേക്ക് എത്തിക്കണം. അവരെയൊക്കെ ഇപ്പൊ മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ലെന്നാ പറയുന്നത്.
അപ്പൊ ഒരുപാട് മലയാളികളുള്ള അപ്പൊ നിങ്ങള് യാത്ര എങ്ങനെ പോവാ? ഇപ്പൊ നമ്മൾ ഈ വാനിൽ യാത്ര ചെയ്തിട്ട് പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും. അപ്പൊ വണ്ടി കയറുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ബൈക്കിന് ചെല്ലും, ബോധവൽക്കരണം ചെയ്യും. കാരണം ഇവർക്ക് ഒന്നും വേണ്ട. അതായത് ഇവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പണിയെടുത്ത് കിട്ടിയ കാശും കൊണ്ട് അപ്പൊ യാത്രയിലൊക്കെ പൈസ കുറച്ച് ചെലവാവില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, ഇവനൊരു സൊമാറ്റോ ഡ്രൈവറാണ്. അപ്പൊ നമ്മൾ കിട്ടണ പൈസ കൂട്ടി വെച്ചിട്ട് അതും കൊണ്ടാണ് ഈ യാത്ര ചെയ്യണത്. നമുക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഞാനടക്കമുള്ള ആരും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതായത് വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു. അപ്പൊ ഈ വണ്ടി നിങ്ങളുടെ യാത്രയിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി നിർത്തുക. അപ്പൊ മറ്റുള്ളവരിൽ ഒരു രൂപ പോലും സഹായം എന്തായാലും വേറൊന്നുമല്ല, പോകുന്ന വഴിക്ക് കുറച്ച് ദിവസത്തെ ഒരു ചെലവിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് ഞാനൊരു ചെറിയ സഹായം കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും ഇവര് ചോദിക്കണമൊന്നുമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ എവിടെയും താമസിക്കാനുള്ള സൗകര്യം അല്ലേ ഈ വണ്ടി കാണുക. എല്ലാവരും നമ്മുടെ ഈ പെറ്റീഷൻ ഇതൊന്ന് ഷെയർ ചെയ്ത് ഈ പെറ്റീഷനിൽ എല്ലാവരും ഒന്ന് സൈൻ ചെയ്ത് തരുവാണെങ്കിൽ വേറെ ഒന്നും ഞാൻ ചോദിക്കണില്ല. നമുക്ക് നമ്മുടെ കേരളത്തെയും നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഈ പറഞ്ഞ സാധാരണ ജനങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ബോധ്യമുണ്ട്. നമ്മള് പറയണ്ട, നമുക്ക് കുറച്ച് ആകെ ടൈം നമുക്ക് കിട്ടുള്ളൂ വീഡിയോ ഇപ്പൊ ചെയ്യുമ്പോൾ കാണുമ്പോഴൊക്കെ. ആ ടൈമിനുള്ളിൽ ജസ്റ്റ് ഈ ഒരു സ്കാനർ ഒന്ന് സ്കാൻ ചെയ്ത് പെറ്റീഷൻ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ സ്കാനിങ്ങിൽ കാണിച്ചതിന് ഒപ്പ് കിട്ടുമോ? കിട്ടും. അതെല്ലേ? ഈ സ്കാനിങ് കാണിച്ചോ? കാരണം ഈ സ്കാൻ നന്നായി കാണിച്ചോ. ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പ കിട്ടും. 20 ലക്ഷം ആവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇതായി കഴിഞ്ഞാൽ ഒരു പക്ഷെ തീർച്ചയായിട്ടും ഈ ഒപ്പ് എന്തൊരു കാര്യത്തിന് സർക്കാർ കാര്യങ്ങൾക്ക് ഒപ്പ് തന്നെയാണ്. ആ ഒപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് കൂട്ട പെറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് കാര്യം നടക്കും? 20 ലക്ഷം ആൾക്കാർ ഒപ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായാലും അതൊരു സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഇത് രാഷ്ട്രീയ മതോ ജാതി ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. മുല്ലപ്പെരിയാർ വിഷയത്തില് അവിടെ അപകടം എല്ലാരും പറയുന്നുണ്ട്, അത് അവിടെ പ്രശ്നങ്ങളാണ്, അപകടങ്ങളാണ്, ഒരുപാട് ജീവൻ പോവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരു ജനതയെ മുഴുവൻ വെള്ളത്തിലാക്കും. നമ്മുടെ നാടിനെ രക്ഷിക്കാനും കൂടിയാണ് ഞങ്ങൾ ഈ ദൗത്യത്തിന് ഇറങ്ങിയേക്കുന്നത്. എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങള്. എന്താ പറയാ, വേറെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്നുമല്ലാന്ന് തോന്നിപ്പോവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പല ഗീവ് അവേ വീഡിയോസ് അതിനൊക്കെ ഷെയറിങ് കണ്ടിട്ടില്ലേ? അതിന്റെ ഒരു 10% ആളുകളെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ 3.5 കോടി ജനങ്ങളുണ്ട് നമ്മള്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത് ജീവനാണ്. അപ്പൊ ഞങ്ങൾ ചോദിക്കണെന്ന് വെച്ചാൽ അതിനകത്തൊരു 20 ലക്ഷം പേര് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങള്, അവരെല്ലാവരെയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. നിന്റെ മുമ്പിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ നന്നാവട്ടെ, എത്രയും പെട്ടെന്ന് നോക്കി സ്കാനിങ്ങിൽ ഈ വീഡിയോ പരമാവധി ഇത് എന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. കത്തി പകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴാണ് അതിന് പുറകെ മാധ്യമങ്ങളെ ഏറ്റുപിടിച്ച് വലിയ വിഷയമാവാറ്. ഇപ്പൊ വേനൽക്കാലമാണ്, ഇപ്പൊ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും. പക്ഷെ മഴക്കാലം വരുമ്പോഴാണ് അപകടം ഉണ്ടാവുക ഏറ്റവും കൂടുതൽ. ആ സമയത്ത് ചാനലും മാധ്യമങ്ങളും എല്ലാവരും കൂടെ നിൽക്കും. പക്ഷെ നമ്മുടെ നാട് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ദൗത്യത്തിൽ ഞങ്ങളുടെ ഒപ്പം അഡ്വക്കേറ്റ് റസൽ സാറുടെ ഒപ്പം ചേരുകയാണെങ്കിൽ ഇദ്ദേഹം അതിന് വേണ്ടി ഇദ്ദേഹം തന്നെയല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ എനിക്കറിയാം ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പ്രയത്നിക്കുന്നുണ്ട്. അവരൊന്നും ചെറുതാക്കി കാണിക്കല്ല. ഇദ്ദേഹം വക്കീലാണ്, എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.